രാജേഷിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയുടെ ഞെട്ടലാണ് ഹരിപ്പാട് പള്ളിപ്പാടുള്ള കുടുംബം. മകൻ ഫുട്ബോൾ താരമാകുന്നതും മകളുടെ പാൻക്രിയാസിന്റെ ചികിത്സ ഭേദമാകുന്നതും കാണാൻ നിൽക്കിയതെയാണ് രാജേഷ് മടങ്ങുന്നത്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതീവ ദുഃഖത്തിലാണ് ഹരിപ്പാട് പള്ളിപ്പാടുള്ള രാജേഷിൻ്റെ വീടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ വിയോഗ വാർത്ത ഈ കുടുംബത്തെ തേടിയെത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന, തങ്ങളുടെ ഏതാവശ്യങ്ങൾക്കുമൊക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഈ രാജേഷിൻ്റെ വിയോഗ വാർത്ത മാധ്യമങ്ങളുടെയൊക്കെ അറിഞ്ഞ് നിരവധിയായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജേഷും ഭാര്യയും 2 മക്കളുമാണ് ഈ വീട്ടിൽ താമസിച്ച് വന്നിരുന്നത്. എൻ്റെ അനിയനല്ല, എൻ്റെ കുഞ്ഞമ്മയുടെ മോനാവും. അവനിപ്പോൾ സംഭവിച്ചു തന്നെ അവൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് വളരെ പ്രയാസമായി മുന്നോട്ടുള്ള ജീവിതം. മൂത്ത മകൻ 21 വയസ്സും മകൾക്ക് 17 വയസ്സുമാണുള്ളത്. എന്തായാലും പകൽ സമയത്ത് ഈ പള്ളിപ്പാട് സ്റ്റാൻഡിൽ ഓട്ടോ ഓടും. തുടർന്ന് രാത്രി ഇത്തരത്തിൽ പിക്കപ്പ് വാനൊക്കെ വാടകയ്ക്കെടുത്ത് ഈ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകത്തിലൊക്കെ പോയി കോഴിമുട്ടായും താറാവ് മുട്ടയും ഒക്കെ തന്നെ കേരളത്തിലെ ആലപ്പുഴയിലും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ തന്നെ കൊണ്ട് വിൽക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പോയിട്ട് വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നതും ജീവൻ തന്നെ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഓടുവാനും സ്ഥിരമായി കുറച്ച് നേരം ഓടിക്കൊണ്ട് 2 വർഷമായിട്ട് ആൾ വരാതിരിക്കുമായിരുന്നു. അങ്ങനെ ഇന്നലെ ഒരു ഓട്ടം വന്നു, 2 വർഷം കൂടിയിരുന്ന് ഇന്നലെ ഒരു ഓട്ടം വന്നു. ആൾ നല്ല ആളാണ്. എന്ത് പണിക്കും, ഒരു പണിയും നല്ല കോൺക്രീറ്റ് പണിക്കും ഓട്ടോ ഓടിക്കാനും എല്ലാ പണിക്കും പോയി. ഇന്ന പണിയൊന്നും കണ്ടത്തിൽ വിതയ്ക്കാനായാലും നെല്ല് വെക്കാനും എല്ലാ പണിക്കും പോയി കുടുംബം പോരാൻ. ഞങ്ങളോടൊക്കെ നല്ല സഹകരണവും, ജോലിക്ക് പോകും, കുഞ്ഞുങ്ങളെ നോക്കുകയും ഭാര്യ നല്ല സ്നേഹത്തോടെ പറയാൻ കണ്ടു പറയാം. കുടുംബത്തിൽ ഈ മകന് ഒരു ഫുട്ബോൾ താരമാക്കണം, അങ്ങനെയൊക്കെ വലിയ ആഗ്രഹം ഈ രാജേഷിനുണ്ടായിരുന്നു. മകനെ ഒരു താരമാക്കി മാറ്റണമെന്നൊക്കെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അതിൻ്റെ സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ രാപ്പകലില്ലാതെ രാജേഷ് പണിയെടുത്തിരുന്നതൊക്കെ തന്നെ. പ്രത്യേകിച്ച് രാജേഷിന് പറയുമ്പോൾ അവനൊരു മോനുണ്ട്. അവനെ ഈ സ്പോർട്സ്, അതായത് ഫുട്ബോളിൽ അവനെ ഒന്ന് എവിടെയെങ്കിലും എത്തിക്കണമെന്നും പറഞ്ഞ് അതിനെ പരിശീലനം കൊടുത്തു ഒക്കെ. അതിനുവേണ്ടിയാണ് അവൻ ഈ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടെല്ലാം. നല്ലൊരു അധ്വാനിയും സൗമ്യനും ശാന്തനും പള്ളിപ്പാട്ടുകാർക്കെല്ലാം വളരെ സ്നേഹിതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. 9:45 വിളിക്കുമ്പം അങ്കമാലി കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കുന്നത് 10:30, 10:45 വിളിച്ചപ്പം ഫോൺ ഔട്ടാണ്. ഹരിപ്പാടുള്ള രാജേഷിൻ്റെ വീട്ടിൽ നിന്ന് ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.